മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്, തിരുവചനം അനുഷ്ഠിച്ച് ജീവിക്കുന്നവന്റെ ജീവിതം പാറമേൽ അടിസ്ഥാനം വെച്ച് പടുത്തുയർത്തപ്പെട്ട ഭവനത്തിന് തുല്യമായിരിക്കുമെന്ന്. അത് പ്രതിസന്ധികൾ എന്തു വന്നാലും തകർന്നു വീഴുകയില്ല, നല്ല ബലത്തോടും കരുത്തോടെയും നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തളർച്ചയുണ്ടാകുന്നത്, നമ്മളൊക്കെ തകർന്നു പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ അടിസ്ഥാനം ശരിയല്ല. അടിസ്ഥാനം തിരുവചനത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതം തളരുകയില്ല. തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാകണം. വചനം ജീവിക്കണം. പ്രിയപ്പെട്ടവര്, ക്രിസ്തു തിരുവചനത്തിലൂടെ എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിന് നേരെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, കഷ്ടതകൾ വന്നാലും, എതിർപ്പ് വന്നാലും, ദുരിതങ്ങൾ കടന്നു വന്നാലും നമ്മൾ ആരും തളരുകയില്ല, തകർക്കപ്പെടുകയില്ല. അതുകൊണ്ട് തിരുവചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും ദുഷ്ടശക്തികളുടെയും ശാപശക്തികളുടെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.